+2 സ്റ്റാർട്ടിങ്ങിൽ അതും സെയിം ക്ലാസ്സിൽ നിന്ന് ഒരു പ്രപ്പോസൽ വന്നു. ആ ടൈമിൽ 2-3 മാസം വെറുതെ പുറകെ നടത്തിച്ചു. ആ ടൈമിലേക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് ഓരോരുത്തർ വരുവാണെങ്കിൽ ഓരോന്ന് പറഞ്ഞ് ഒയിന് മാറിക്കൊണ്ടേയിരുന്നു. സെയിം ഏജ്, സ്പാർക്കില്ല എന്നൊക്കെയായിരുന്നു എൻ്റെ മെയിൻ റീസൺ. പക്ഷെ എന്തിരുന്നാലും നമ്മൾ കണ്ട ഡെയിലി സംസാരിക്കാറുണ്ട്. പ്രപ്പോസ് ചെയ്തെന്ന് വെച്ച് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ യാതൊരു വിധത്തിലും ബാധിച്ചിട്ടില്ല. ഇടക്കുണ്ടാകുന്ന സൗന്ദര്യ പിണക്കങ്ങൾ ഒഴികെ. അങ്ങനെ ഇരിക്കെ സ്കൂൾ വിട്ടു നിന്ന് ഒരു ദിവസം രാത്രി മെസ്സേജിലൂടെ ആ പ്രപ്പോസൽ ഞാനങ്ങ് അക്സെപ്റ്റ് ചെയ്തു. കറക്റ്റ് പറഞ്ഞ 7 വർഷം മുന്നേ ഒക്ടോബർ 26 വെള്ളിയാഴ്ച ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് ആ തീരുമാനം എന്തുകൊണ്ട് നന്നായിരുന്നു എന്ന് കൂടെ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും കാലം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്നായിരുന്നു നമ്മുടെ പ്രണയത്തിന്റെ തുടക്കം. മാലൂർ GHSS. അവിടെയായിരുന്നു നമ്മുടെ +1 ക്ലാസ്. തായയിൽ ഇവിടെ നമ്മുടെ +2 ക്ലാസ്സും വരുന്നുണ്ട്. അത്യാവശ്യം ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ സ്കൂളിന് വന്നിട്ടുണ്ട്. 7 വർഷത്തിന് ശേഷം സെയിം ഡേ ഇതുപോലെ കൈപിടിച്ച് നടക്കാൻ പേടിച്ച് നടന്ന അതേ വരാന്തയിലൂടെ ഇന്ന് ഇതുപോലെ നടക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. സൺഡേ ആയതുകൊണ്ട് തന്നെ സ്കൂളിൽ ടീച്ചേഴ്സോ കുട്ടികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പ്രൈവസി കിട്ടിയിരുന്നെങ്കിലും ക്ലാസ് മുറിയിൽ കയറാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒറ്റ സങ്കടം. അങ്ങനെ അവിടുത്തെ ഓർമ്മകളൊക്കെ പുതുക്കി നേരെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ജ്യൂസും നല്ല ചൂട് പപ്സും പിന്നെ ഒരു ഷവർമയും കഴിച്ചു. അത് കഴിഞ്ഞ് രാത്രി ഫവാസ്ഖാന്റെ പകരം ഈ ഒരു സർപ്രൈസ് കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു 7 വർഷമായിട്ടും എല്ലാ പ്രാവശ്യവും അനക്ക് എന്തെങ്കിലും ആയിട്ട് ഫവാസ്ക തരാറുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഇതുപോലെ കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കുന്നത്. ഗിഫ്റ്റ് ആയിട്ട് ഒരു സിൽവർ ചെയിനും കൂടി ഉണ്ടായിരുന്നു. അത് വെച്ച് നമ്മൾ ഒന്നുകൂടെ കല്യാണം കഴിച്ചു. ഈ ദിവസം ഞാനായിട്ട് അങ്ങോട്ട് ഒരു സർപ്രൈസും കൊടുക്കാറില്ല. പക്ഷെ ഇത്തവണ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ച് ഫവാസ്ഖാന്റെ കൃഷിന്ന് പൈസ എടുത്ത് ഫവാസ്കാക്കാൻ ഒരു ട്രീറ്റ് അല്ല. പിന്നെ എപ്പോൾ ഇങ്ങോട്ട് മാത്രം തന്നാൽ മതി. അങ്ങനെ മട്ടന്നൂർ പോയി മന്തി കഴിച്ച് നമ്മുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിപ്പിച്ച്.